ഇല്ല. അവരുടെ കയ്യിൽ ഈ പറയുന്ന പീരങ്കികളോ മറ്റുള്ള സാധനങ്ങളോ ഇല്ല. അചഞ്ചലമായ വിശ്വാസത്തിലൂടെയാണ് ആ രാജ്യത്തിന് വേണ്ടി അവർ പടപൊരുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നത്, വളരെ നിസ്സാരമായ ഓരോ കാര്യങ്ങളെയും കാണുമ്പോൾ വേദനയുണ്ട്. വളരെ നിസ്സാരമായ ഈ കാര്യങ്ങളുടെ പ്രശ്നങ്ങളെ നിസ്സാരമാക്കി തള്ളുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സമ്പന്നമല്ലാത്ത നിലയിലുള്ള വാക്കുകൾ ഉപയോഗിക്കപ്പെടുമ്പോൾ വേദനയുണ്ട്. വേദനിക്കപ്പെടുന്നത് എന്റെ മാത്രം മനസ്സിൽ അല്ല, നമ്മുടെ പൂർവീകന്മാരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന ആ മഹനീയമായ ഒരു സംസ്കാര സമ്പന്നതയും വിശ്വാസവും അതിനോട് അവർ ചെയ്ത ത്യാഗത്തിനെയും കൊഞ്ഞനം കുത്തലാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മളത് ചെയ്യുമ്പോൾ, നമ്മളത് പറയുമ്പോൾ, നാളെ നമ്മയും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് തള്ളപ്പെടുന്നത് നിസ്സാരമാണെങ്കിലും നമ്മുടെ ചുറ്റോട് ചുറ്റും നമ്മൾ ഒന്നുമല്ലാതെ ആയി പോകുമെന്നുള്ളതാണ്. വളരെ വ്യക്തമായി മനസ്സിലാക്കണം എന്റെ സഹോദരന്മാരെ. കാരണം നമ്മുടെ ഇന്നലകൾ അത്രയും ത്യാഗോചരമായ ഒരു സമരമുഖത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വത്തിന് വേണ്ടി അണിനേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അണിനിരന്നു. ആ അണിനിരന്നുകൊണ്ട് വിജയത്തിന് വേണ്ടിയുള്ള എല്ലാവിധ അവസ്ഥയും ജീവാർപ്പണം ചെയ്തപ്പോൾ പിന്നെ നമുക്ക് അവസാനം ഒരു വേർപാടിന്റെ അവസ്ഥാവിശേഷം, വിഭജനമാണ് നമുക്ക് കിട്ടിയത്. വിഭജനം ഏത് വഴിക്ക് വന്നു എന്നുള്ളത് ചരിത്രത്തിന്റെ ഇന്നലകൾ അന്വേഷിച്ചു നോക്കുമ്പോൾ അത് ഇന്ന് ദേശീയ തലങ്ങളിൽ നമ്മൾ ഒരുപാട് പറയുകയും പുകഴ്ത്തുകയും ചെയ്യുന്നവരുടെ ഒളിഞ്ഞ ഒരു അജണ്ട കൂടി അതിന്റെ പിന്നിലുണ്ട് എന്നത് 30 ആണ്ടിന് ശേഷവും അതിന് മുമ്പും ചരിത്രം പഠിക്കുന്നവർക്ക് അതിന്റെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും ഒരു പഴിചാരൽ മാത്രമായി നമുക്കങ്ങ് വിടാം. എങ്കിലും നമ്മൾ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, വെള്ളക്കാരന്റെ മുന്നിൽ, വെള്ളക്കാരൻ ലോകത്തെ മുസ്ലിങ്ങൾക്ക് മുസ്ലിം ആക്ട് വന്നുകൊണ്ട് നിഷ്കാസിതമായ ഒരു സമൂഹത്തെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി വരുമ്പോൾ വരുന്ന ആ സമുദായത്തിന് ഭയന്നുകൊണ്ട്, അവരുടെ വിശ്വാസത്തെ ഭയന്നുകൊണ്ട് പ്രത്യേകമായ ഒരു ലിഖിതം ചേർത്തുകൊണ്ട് മുസ്ലിം ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകമായ മാപ്പിളമാരെ ഇല്ലായ്മ ചെയ്യുക എന്ന ഒരു ആക്ട് കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയിൽ അവരെ നേരിടേണ്ടി വന്നു എന്നത് എന്റെയും നിന്റെയും കാക്കക്കാരന്മാർ, പൂർവീകന്മാർ സമാർജിച്ച ഒരു വിശ്വാസത്തിന്റെ ഒരവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെ നിന്നാണ് നമുക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു. നമുക്ക് വേദനയോടെ കടന്നെത്തിയത് ഒരു വിഭജനമാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആ വിഭജനം വന്നപ്പോ ആ വിഭജനത്തിന്റെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ അനാഥപ്പെട്ടു പോയത്, അനാഥരായിപ്പോയത്, ഒന്നുമില്ലാതായിപ്പോയത് ഈ സമൂഹമാണ്, ഈ സമുദായമാണ്. പഞ്ചാബിന്റെ ബോർഡറിൽ ഈ സമുദായത്തിന്റെ, നമ്മുടെ സഹോദരന്മാരെ ലിംഗം ഛേദിച്ചുകൊണ്ട് വായിൽ തിരികെ കയറ്റിക്കൊണ്ട് പാകിസ്ഥാനിലെ പട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. മറ്റുള്ളവരും നവാബുമാരും മറ്റുള്ളവരുമൊക്കെയും രാഷ്ട്രീയത്തെ തന്ത്രത്തിന് ഈ സമുദായത്തിന്റെ ആളുകൾ എന്ത് ചെയ്തെന്നറിയുമോ? അവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു യന്ത്രമാക്കുന്ന നിലയിലാണ് 948 മാർച്ച് മാസം 10-ാം തീയതി ഒരു കാഹളവുമായി മഹാനായ ഖായിദ മില്ലത്ത് ഇസ്മാഹിൽ സാഹിബ് എന്ന ആ വന്ധ്യവയോധികൻ നമ്മളിലേക്ക് വരുന്നത്. വഹതസിമൂ ബിഹബലില്ലാഹി ജമീഅ വലാ തഫറഖു. നാം പഠിക്കേണ്ടത് അവിടുന്നാണ്. അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. എന്തുകൊണ്ട് ഭിന്നിക്കരുത് എന്നറിയുമോ? ഇന്നലകൾ ബ്രിട്ടീഷുകാരനെ വിറപ്പിക്കുവാൻ വേണ്ടി ഏറനാട് വള്ളുവനാടിന്റെ ആ പ്രതിഷേധം ഇന്ത്യ രാജ്യത്തിന് അലയൊടിച്ചുവെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികൾക്ക് തലവേദനയാകുവാൻ അവന്റെ വിശ്വാസം സാധ്യമായിരുന്നെങ്കിൽ ആ സാധ്യമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു നിന്നുവാൽ മാത്രമേ, വർഗീയമായി ചിന്തിക്കാനല്ല, ഈ രാജ്യത്തിന്റെ ക്രമസമാധാനം ഇല്ലാതെ ആക്കാൻ വേണ്ടിയല്ല, മതേതരത്വം തകർക്കാൻ വേണ്ടിയല്ല, ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ അവസ്ഥാവിശേഷം പകർന്നു കൊടുക്കുവാൻ നിന്നിൽ മാത്രമായി പിടിച്ചുകൊണ്ടായിരിക്കണം ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് ബാഹ്യമായ ചിന്തകളുടെ അടിസ്ഥാനം വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹം അല്ല, ഒരു വ്യക്തിത്വമല്ല നമ്മുടെ വ്യക്തിത്വം. നമ്മുടെ വ്യക്തിത്വം സർവ്വലൗകികമായ
ലൗകികതയുടെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തിന് സ്നേഹത്തിന്റെ അവസ്ഥയുണ്ട്. അവിടെ അതിര് വരമ്പുകളില്ല, അവിടെ ജാതീയതയില്ല, അവിടെ മനുഷ്യനെ വേർതിരിച്ചു നിൽക്കുന്ന അവസ്ഥാവിശേഷമില്ല. അവിടെ രാജ്യത്തിന്റെ രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ പൗരന്മാരെ ഒന്നിച്ചു കാണുകയും ചെയ്യുന്ന ഒരു ഉന്നതമായ സംസ്കാരത്തിന്റെ ശ്രേണിയിൽ നിന്നുകൊണ്ടാണ് ഒരു രാഷ്ട്രീയത്തിന്റെ അവസ്ഥാവിശേഷം ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നത് വളരെ ഗഹനമായി പഠിക്കേണ്ടതുണ്ട്. സാധാരണ രാഷ്ട്രീയം പഠിക്കുന്ന ഒരു രാഷ്ട്രീയ തത്വസംഹിതയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ തത്വസംഹിത. അത് തപം ചെയ്ത ഒരുപാട് തപം ചെയ്ത ഒരുപാട് സമർപ്പിതമായ ഒരുപാട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിതത്തിന്റെ അവസ്ഥയെ വ്യക്തമായ അവന്റെ സന്ദേശമായി ഉയർത്തി കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി വന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആധുനികതയുടെ ആ സൗകര്യങ്ങളൊക്കെയും നമ്മൾ നുകരുന്നുണ്ടാവാം. പക്ഷേ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം തീർച്ചയായും മനുഷ്യന് വഴികാട്ടുവാൻ വേണ്ടിയുള്ള വഴികാട്ടിയാകുക എന്നുള്ളത്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ 16ാം ലോക്സഭയിലേക്ക് നമ്മൾ പോകുമ്പോ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോകുമ്പോ തീർച്ചയായും 947 നമ്മൾ അന്യം നിന്ന് പോയ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളം വിഭിന്നമായതിന്റെ അവസ്ഥയും അതിന്റെ ആ കാര്യകാരണങ്ങളും എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് മുസ്ലിം ലീഗിന്റെ പ്രസക്തി. അവിടെയാണ് മുസ്ലിം ലീഗിന്റെ പ്രസക്തി. ഒരു ജനാധിപത്യ രാജ്യം വന്നു, അത് ഉടലെടുത്തു. അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ആ നിയമങ്ങൾ സംഘടിതമായ ശ്രമങ്ങളിലൂടെ നിങ്ങൾക്ക് അഭികാമ്യമാക്കാം എന്ന ലിഖിതം മുന്നിച്ചേർക്കുമ്പോൾ വ്യത്യസ്തമായ ഭരണകൂടങ്ങൾ നമ്മളുടെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. അവരെവിടെയെങ്കിലും അവരുടെ സംസ്ഥാനങ്ങളിൽ ഈ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി പ്രത്യേകമായ അവർക്ക് ഉള്ള ഉത്തേജനം നൽകുവാൻ വേണ്ടി, അവരെ പരിവർത്തിക്കുവാൻ വേണ്ടിയുള്ള നിയമസംഹിതകൾ കൊണ്ടുവന്നോ? കോളേജുകൾ കൊണ്ടുവന്നോ? സാംസ്കാരിക സമ്പന്നതയുടെ അവസ്ഥയിലേക്ക് എത്തിയോ? 36 വർഷക്കാലം ബംഗാളിന്റെ മണ്ണ് വലിച്ച CPM-കാരൻ എന്താണ് അവിടെ ചെയ്ത് കൂട്ടിയത്? അവിടെ റോഡ് അവസാനിക്കുന്നിടത്ത് നിന്ന് കുഗ്രാമങ്ങൾ തുടങ്ങുകയായി. അത് മുസ്ലിം പ്രദേശങ്ങളാണ്. സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നിടത്തുനിന്ന് അവസാനിച്ചാൽ പിന്നെ ഇരുട്ടുള്ള പ്രദേശം നോക്കിയാൽ അത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കപ്പെടുന്ന പ്രദേശമായി മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ പൗരനെ രണ്ടാം നിരയിലേക്ക് തള്ളുന്ന ആ പഴയ കാലത്തിന്റെ വിഭജനത്തിന്റെ ആ ഒരു വിഷസർപ്പമുണ്ടല്ലോ, ഇതൊക്കെയും ഈ പറയുന്നവന്റെ തലയിലും മസ്തിഷ്കത്തിലും ഇന്നും ഓടുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയം, അത് മാറ്റിയെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തെ വ്യക്തമാക്കുവാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം, സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ അവസ്ഥാവിശേഷം ഉയർത്തിപ്പിടിക്കുന്നിടത്താണ് ഈ പറയുന്ന എല്ലാ വലിയ തലപ്പാവനങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ട് ഈ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ 3 ധീരന്മാരായ എംപിമാരിൽ അഗ്രഗണ്യൻ അഹമ്മദ് സാഹിബിന്റെ പ്രവർത്തനവും പ്രവൃത്തിയും ആ ഒരു ഗർജനവും നമ്മെ ആവേശഭരിതമാക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തുകൊണ്ട് ഈ നിലയിലെത്തിക്കെത്തുവാൻ, ഇത് ഉത്ഭവിക്കുന്ന സമയം, ഇത് കെട്ടിപ്പടുക്കുന്ന സമയം ഞങ്ങളെ നോക്കി കൊഞ്ഞനം കാട്ടി ഒരു പഞ്ചായത്തിന്റെ മെമ്പർ പോലും ആകാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ലീഗുകാരാ എന്ന് പറഞ്ഞു, പാകിസ്ഥാനെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞു. അല്ല, ഇതെന്റെ ഭൂമിയാണ്. വത്തൻ വൽ ഈമാൻ, തീർച്ചയായും വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്റെ രാജ്യം എന്നുയർത്തിപ്പിടിച്ചുകൊണ്ട് അവനക്ക് നടക്കേണ്ടത് വന്നു സ്വന്തം ഭൂമിയിൽ എന്നുള്ളതാണ്. ആ ഭൂമിയിൽ നിന്നാണ് എന്റെയും നിന്റെയും അസ്തിത്വം ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ധീരോത്തമായ പ്രവർത്തനങ്ങൾ നടത്തി ഇന്ത്യയുടെ മുക്കുമൂലകളിൽ പ്രദേശങ്ങളിൽ ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നു. പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും നമുക്കതിന് വേരോട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു തിക്തമായ അനുഭവം നമുക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യക്തമായി ഒന്ന് ചിന്തിച്ചൊന്ന് കൊള്ളുക. കേരളത്തിലേക്കൊന്ന് കടന്നു നോക്കൂ. അവിടെയുണ്ടായ ഒരവസ്ഥാവിശേഷം, ബാബരി മസ്ജിദ് തകർന്നപ്പോൾ അയൽ സംസ്ഥാനമായ കർണാടകയിൽ നിന്ന് എല്ലാ ഭാണ്ഡങ്ങളും എല്ലാ സമ്പാദ്യങ്ങളും അരയിൽ അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞത്, അഹമ്മദ് ഖാൻ നിങ്ങൾക്കറിയുമോ, ആ 2 ദിവസത്തെ കാലരാത്രികൾ എന്റെ രാജ്യം, എന്റെ നാട് എത്രമാത്രം സുന്ദരമാണ്.
ആ വയനാടിന്റെ ചുരം കടന്നിട്ട് ഒരു കഫ്റ്റേറിയയിലേക്ക് ഒരു ചായപ്പീടിയിൽ കയറിയപ്പോൾ ഹിന്ദുവും മുസൽമാനും ഒന്നിച്ചിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ ഇതെന്റെ നാടാണോ എന്ന് ഞാൻ കൗതുകമായി പോയി. ഇന്നലെ 2 ദിവസം നരകയാതന അനുഭവിക്കുകയായിരുന്നു. കർണാടകയുടെ ഒരു കുഗ്രാമത്തിൽ ഞങ്ങൾ നടക്കുന്ന കട അടച്ചിട്ട് പ്രാഥമികമായ കാര്യങ്ങൾ പോലും ചെയ്യാതെ തൂറുന്നത് പോലും കാഷ്ടിക്കുന്നത് പോലും ബാഗിൽ കെട്ടിയിട്ട് പുറത്തേക്ക് അറിയാൻ വേണ്ടി പോലും പറ്റാതെ ആ വാസന പോലും സഹിച്ചുകൊണ്ട് ഒരു നല്ല ഹിന്ദുവായ ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അർദ്ധരാത്രിയിൽ ഈ വർഗീയ കോമരങ്ങൾക്കിടയിൽ നിന്ന് ആ കേരളത്തിന്റെ ബോർഡറിൽ എത്തിച്ച ആ ദിവസത്തിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച ആ ഒരു സമാധാനത്തിന്റെ ആ ഒരു ആഹ്വാനമുണ്ടല്ലോ, പാണക്കാട് തങ്ങളുടെ ആഹ്വാനം, ആ ആഹ്വാനത്തിന് ശിരസ വഹിച്ചുകൊണ്ട് എല്ലാവരും ഒരേ അവസ്ഥയിൽ ബാബരി മസ്ജിദ് തകർന്നിട്ടുണ്ടോ എന്ന് പോലും പ്രതിഫലിക്കാത്ത നിലയിലുള്ള സ്നേഹത്തിന്റെ അവസ്ഥാവിശേഷം കണ്ടപ്പോൾ ഒരു സമയം ഞാൻ കരഞ്ഞുപോയി എന്ന് ആ സഹോദരൻ എന്നോട് പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമ്മുടെ ഈ ഐക്യവും ആ അനൈക്യം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. നമ്മളാക്കാൻ വേണ്ടി ശ്രമിച്ചവരെ രണ്ടാം കൂലിയായി കാണുന്നതിനേക്കാൾ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് അറിയുന്നതിലേക്ക്, നമുക്ക് ബാവാച്ചി കാണിച്ച് കുട്ടികളെ കളിപ്പിക്കുന്നത് പോലെ ഇതാ ന്യൂനപക്ഷ കമ്മീഷൻ, ഇതാ ന്യൂനപക്ഷ കമ്മീഷൻ, ഇതാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനും അഹദും മുസല്ലയും വിരിച്ചുകൊണ്ട് നിന്നെ പോയപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു സംഹിതയെ കോടതി ചോദ്യം ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ശരീഅത്ത് വിവാദം. ആ വിവാദ കാലത്ത് ഏറ്റവും കൂടുതൽ ഈ സമുദായത്തിനെയും ഈ മതത്തെയും ഏറ്റുകൊണ്ട് ചുവർപത്രങ്ങളും സിംബോസിയങ്ങളും കഥാപ്രസംഗങ്ങളും പൊറോട്ട നാടകങ്ങളും ഒക്കെയും കൊണ്ട് കേരളത്തെ മരീസമാക്കിയത് ഈ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ പിന്നിൽ അണിനിരുന്നുകൊണ്ടാണ് കൂറാട്ടംസയും ജലീലുമൊക്കെയും ഈ ആളുകളുമായിട്ട് നമുക്ക് രക്ഷയുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായും 35 വർഷങ്ങളിലേക്ക് ഒന്നുമല്ലാതായി പോയ ബംഗാളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയിലേക്ക് ഈ മുസ്ലിം സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഗൂഢമായ തന്ത്രത്തിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി ആണ് അവരൊക്കെയും പ്രവർത്തിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. എവിടെയാണ് ഈ പറയുന്നവൻ ഈ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടിയുള്ള ഏതെങ്കിലും ഒരു അവകാശത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്? ഒന്ന് കാണിച്ചു തരുക. ഇവിടുത്തെ SDAP-കാരനായാലും ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരനായാലും ഇവിടുത്തെ ജലീലുമാരായാലും കൂറാട്ടംസയായാലും ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് അവരുടെ സ്വാധീനം വെച്ചുകൊണ്ട് ലഭ്യമാക്കി കൊടുക്കുന്നതിന്റെ മുന്നിൽ നിന്നിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? എപ്പോഴും ലീഗും പാണക്കാട് തങ്ങളെയും കുറ്റം പറയുവാൻ വേണ്ടിയല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? എന്നാൽ ഞങ്ങൾ അടിസ്ഥാനപരമായി എല്ലാ നിലയിലും ഭരണസിരാകേന്ദ്രങ്ങളിൽ നിൽക്കുമ്പോഴും ജാതിയോ വർഗമോ വർണ്ണമോ നോക്കാതെ രാജ്യത്തിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ ആ ഭരണാധികാരി നിർവഹിക്കേണ്ട ചുമതലയും മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞതുപോലെ ആരുടെയും അവകാശത്തിന്റെ ഒരു മുടിനാഴിക പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ മറിച്ച് അന്യ സമുദായത്തിന്റെ ഒരു അവകാശത്തിന്റെ മുടിനാഴിക പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ അവകാശത്തെ ഞങ്ങൾ തൊട്ടുകളിക്കാൻ വിടുകയും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ധീരോദ്ധമായി പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ ഗോതയിലാണ് നമ്മൾ പോകുന്നത്. കേരളത്തിന്റെ ഒരുപാട് കാലങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുക. അവിടങ്ങളിൽ എവിടെയെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച കൊണ്ടുവന്ന വികസനത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വികസനം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരുപാട് ഭരിച്ചിട്ടുണ്ടല്ലോ. ആ ഭരിച്ച സമയങ്ങളിലൊക്കെയും ഏതെങ്കിലും ഒന്ന് ഈ സമുദായത്തിന് വേണ്ടി, ഈ മുസ്ലിം സമുദായത്തിന് വേണ്ടി പ്രത്യേകമായ ഒരു അവകാശം സംരക്ഷിക്കുവാൻ വേണ്ടി വന്നിട്ടുണ്ടോ? അറബി ഭാഷ നിർത്തലാക്കാൻ വേണ്ടി വന്നപ്പോ ധീരമായി സമരകളത്തിൽ ഇറങ്ങേണ്ടി വന്നു. ഞങ്ങൾക്ക് 3 രക്തസാക്ഷികളെ സൃഷ്ടിക്കേണ്ടി വന്നു. ഞങ്ങളുടെ മജീദയും റഹ്മാനും കുഞ്ഞിപ്പയും നമ്മൾക്കൊരിക്കലും മറക്കാൻ കഴിയാതെ ഞങ്ങളുടെ മനോമുഖരങ്ങളിൽ നിൽക്കുന്നു. അറിയുമോ നിങ്ങൾക്ക്, കണ്ണൂർ ജില്ലയിൽ
കണ്ണൂർ ജില്ലയിൽ എത്തിയാൽ അരിയിൽ ഷുക്കൂറിനെ, ആ സൗമ്യസജ്ജനമായ ആ സഹോദരൻ, അവന്റെ സംസ്കാരം, അവന്റെ മതബോധം, അവന്റെ രാഷ്ട്രീയ ബോധം അവിടെ ജനങ്ങൾക്കിടയിൽ മുസ്ലിം ലീഗിന്റെ ഒരു വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് കണ്ടപ്പോൾ മൃഗീയമായ 3.5 മണിക്കൂറോളം വളരെ ക്രൂരമായി നിന്നുകൊണ്ട് കൊലപ്പെടുത്തിയപ്പോഴും ഞങ്ങളത് പ്രതികരിച്ചില്ല. കാരണം എന്തുകൊണ്ടെന്നറിയുമോ? എന്റെ സംസ്കാരം അതല്ല, നമ്മുടെ സംസ്കാരം അതല്ല. ഞങ്ങൾക്ക് കിട്ടാൻ ഒരു ശുക്കൂറിൽ നിന്ന് ഒരുപാട് വിളക്കുകൾ കത്തിക്കേണ്ടതുണ്ട്, അത് പ്രചരിപ്പിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ ചിന്തിക്കുക. മുസ്ലിം ലീഗിനെ അന്ധമായി എതിർക്കുന്നവരോട് ഒരു വാക്ക് നിങ്ങൾ പറയുന്ന, നിങ്ങൾ ഒരു നിയമസംഹിത കൊണ്ടുവന്നുകൊണ്ട് അവിടെ എന്ത്